അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ സുജയ് റിപ്പോർട്ട് ചെയ്ത അഹന്യ എന്ന കുട്ടിയെ തിരഞ്ഞ് കുറേ ഫോട്ടോകൾ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയല്ല കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ ഇതുവരെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖവിവരം അറിയിക്കുന്നു. പ്രജിത എന്ന ആ കുട്ടിയുടെ അമ്മ ഇപ്പോൾ വിംസ് ഹോസ്പിറ്റലിലുണ്ട്, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്മാവനാണ് നമ്മളോട് വിളിച്ചത്. അഹന്യയുടെ ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു. പക്ഷേ നിലവിൽ മിസ്സിംഗ് ലിസ്റ്റിലാണ് അഹന്യയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഹന്യയെപ്പോലെ രണ്ട് കുട്ടികളടക്കം നിരവധി പേരാണ് ഈ മിസ്സിംഗ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് സ്ക്രോളായി ഞങ്ങൾ നൽകാം. നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും പേരുകൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ആ ലിസ്റ്റുകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം. പരിഭ്രാന്തി വേണ്ടതില്ല. ഇനിയും ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആ പ്രദേശത്തുള്ള മിക്കവാറും ആളുകളെ എല്ലാവരെയും ചൂരൽമലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2019 പുത്തുമലയിൽ പൊട്ടിയ സ്ഥലത്ത് നിന്നും വളരെ കുറച്ച് അകലെ മാത്രമാണ് ഈ മേപ്പാടിയിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലം ഒരു ദുരന്തബാധിത പ്രദേശമായിരുന്നില്ല ചൂരൽമല എന്നതാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, രണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണൂ. ഒരേപോലെയുള്ള ഫ്രെയിമിൽ കാണുന്ന രണ്ട് ദൃശ്യങ്ങൾ. അതിലൊന്ന് ഈ ചൂരൽമലയുടെ ഒരു കാലത്തെ ദൃശ്യം, മറ്റൊരു ദൃശ്യം. ഇത് മുണ്ടക്കൈയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൈ ഇന്നലെയും ഇന്നും നിന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ മുണ്ടക്കൈ ഇങ്ങനെയായിരുന്നു, ഇന്ന് മുണ്ടക്കൈ ഇങ്ങനെയായി തീർന്നു. ഇന്നലെ വൈകുന്നേരം മുണ്ടക്കൈയിലുള്ള മനുഷ്യർ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പോയിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടായിരുന്നില്ല. കാരണം ഓറഞ്ച് അലേർട്ടായിരുന്നു. സാധാരണ പെയ്തു തോരുന്ന പോലെ ഒരു മഴ കവളപ്പാറയിലും പുത്തുമലയിലുമെല്ലാം മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവർ കരുതി വിശ്വസിച്ചിരുന്നൊരിടമായിരുന്നു. അവിടെയാണ് അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ കവർന്നെടുത്തുകൊണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിൽ ആദ്യത്തെ വലിയ ശബ്ദത്തോടു കൂടി ആദ്യത്തെ ഉരുൾപൊട്ടുന്നത്. ഇന്നലെയും ഇന്നും ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥ നോക്കൂ. ഇതാണ് ആ കാഴ്ച. ആ കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഒരു നിമിഷം കൊണ്ടെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. എല്ലാം കീഴ്മയിൽ മറിഞ്ഞു. മണ്ണും തടിയും മരക്കഷ്ണങ്ങളുമെല്ലാം പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബന്ധുക്കളും അവൻ്റെ ഉറ്റവരും ഉടയവരും അവൻ വളർത്തിയിരുന്നതും അവൻ പോറ്റിയിരുന്നതുമെല്ലാം തകിടം മറിഞ്ഞ് മണ്ണിനിടയിലാവുന്ന അവസ്ഥ കണ്ടു. വളരെ പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഇന്നലെയും ഇന്നും ആ ദൃശ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് മനസ്സിലാവും. എത്ര വേഗമാണ് നമ്മുടെ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സുള്ളിലേക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ആഘാതശേഷിയുള്ള ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 120ഓളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ ലിസ്റ്റിൽ 98 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ്. 128 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെയും നില ഗുരുതരമാണ്. ചിലരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തിയവരിൽ 45 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും പല മൃതദേഹങ്ങളും കണ്ടെത്താൻ ബാക്കി കിടക്കുന്നു. നമ്മൾ കണ്ട മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത്, മുണ്ടക്കൈ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗത്ത് 16ഓളം മൃതശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നുവെന്ന് ഷംജാദ് നേരത്തെ വിളിച്ച് നമ്മളോട് പറയുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്നിനെവിടെ ഇറക്കാനുള്ള സാധ്യതയില്ല. ആ കാണുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ്. ഒരു രാത്രി കൊണ്ട് അന്ത്യാമത്തിൽ ഇന്നലെ സംഭവിച്ച മഹാദുരന്തം കുറേ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ ചിറകറ്റു. അവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടു, ഉടയവർ നഷ്ടപ്പെട്ടു, തങ്ങളുടെ എല്ലാമായിരുന്ന വീടിൻ്റെ സർവ്വവും നഷ്ടപ്പെട്ടാണ് അവർ ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതൊന്നും നമ്മൾക്ക് പുതുമയുള്ള കാര്യമേ ആയിരുന്നില്ല 2018 മുതൽ 2018 വരെ. 2018 ശേഷം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സമ്മർദ്ദവും അത് തന്നെയാണ്. പക്ഷേ അതിവേഗം നമ്മളുടെ സുരക്ഷാ സംവിധാനം, ഒപ്പം തന്നെ ആർമിയുടെ യൂണിറ്റ്, NDRFൻ്റെ സംഘങ്ങളെല്ലാം അതിവേഗം ഉണർന്ന് പ്രവർത്തിച്ചു എന്നതുകൊണ്ട് കൂടുതൽ ആളുകളെ നമുക്ക് ആ സ്ഥലത്ത് നിന്നും ഒഴിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെളിയിൽ പൂണ്ട് 6 മണിക്കൂർ കഴിഞ്ഞൊരു മനുഷ്യനെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരെ അവിടെ നിന്ന് പൊക്കിയെടുത്തു കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മുടെ ക്യാമറകൾ കണ്ടു. ജീവനുള്ള മനുഷ്യരെ തേടിപ്പോകുമ്പോൾ ചലനമറ്റ മനുഷ്യരുമായി പോകുന്ന NDRFൻ്റെ പ്രവർത്തകരെ കണ്ടു. ഇന്ന് പുലർച്ചെ മുതൽ പ്രേക്ഷകർ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഭീതിയുടെ ശബ്ദങ്ങളാണ് എന്നതാണ് ഏറെ വാസ്തവം.